അസ്സലാമു അലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളൊരു ചക്ക വിഭവമായിട്ടാണ്. ചക്ക ബജ്ജിയായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കുരുകളൊക്കെ ഇങ്ങനെ അതിൻ്റെ കുറേശ്ശെ കീറി കൊടുത്തിട്ട് കുരുവിനെ എടുത്ത് കളയണം. പിന്നെ അതൊക്കെ ഇങ്ങനെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഒരു ഉപ്പും മുളകും തിരുമ്മി വെക്കണം. ഞാൻ ഇപ്പോൾ അവിടെ ഉപ്പ് മാത്രമേ തിരുമ്മി വെക്കുന്നുള്ളൂ. മുളക് തിരുമ്മി വെച്ചിട്ട് കുട്ടികളൊന്നും അത് പൊരിച്ച് കഴിഞ്ഞാലും എരിയാണ് കാരണം അതിൻ്റെ ഉള്ളിലത്തെ ചക്കയൊക്കെ എടുത്താൽ കളയും. അതുകൊണ്ട് ഞാൻ അങ്ങനെ മുളക് തിരുമ്മി വെക്കുന്നില്ല. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് തിരുമ്മി നല്ലോണം തേച്ച് പിടിപ്പിച്ച് വെക്കണം. ഇതിങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് വെക്കുകയാണ് ഞാൻ. ഇനി അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ശരിക്കും ഉപ്പൊന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കണം. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമുക്ക് അതിനുള്ള മാവ് കൂട്ടിയിട്ട് വെറുതെ അതിൻ്റെ ഉള്ളിലൊന്നും ആകാതെ വെറുതെ ഇങ്ങനെ മുക്കി പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതെല്ലാം ഓരോന്നോരോന്ന് അങ്ങനെ കുരു കളഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ഞാൻ പച്ച ചക്കയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നല്ല ടേസ്റ്റാണ്. നോമ്പിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം ഇനി എന്തായാലും ഇതിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് തിരുമ്മി വെക്കണം. പിന്നെ ഞാൻ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല ചക്കയിൽ. അപ്പം ഞാൻ ഇതെല്ലാം അങ്ങനെ കുരുവൊക്കെ കളഞ്ഞ് ശരിയാക്കി എടുക്കാം. അതെല്ലാം ഞാൻ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ക്യാരറ്റ്, പച്ചമുളക് 2 എണ്ണം, ചെറിയൊരു സവോള, ഇഞ്ചി, അതേപോലെ തന്നെ മല്ലിച്ചപ്പ്, കറിവേപ്പില, ഈ സാധനങ്ങളാണ് വേണ്ടത്. ഇനി അതൊക്കെ അങ്ങനെ ശരിയാക്കി എടുക്കുക. പിന്നെ ചക്ക ഞാൻ ശരിക്കും ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നല്ലോണം തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി വീഡിയോയിൽ കാണുന്നില്ല, എന്തോന്നറിയില്ല, അത് പിടിച്ചിട്ടുണ്ടാവില്ല. വേണമെങ്കിൽ വീഡിയോയിലേക്ക് ഇട്ടിട്ടുണ്ടാവില്ല, അതോ അങ്ങനെ പറ്റിയതാവും. അപ്പോൾ ഇനി വേണമെങ്കിൽ അതിലേക്ക് മുളകും നല്ലോണം തിരുമ്മി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇവിടെ പേരക്കുട്ടികൾക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. ഇനി ഇതെല്ലാം അങ്ങനെ ശരിയാക്കി എടുക്കാം. അതെല്ലാം അത് ഞാനിങ്ങനെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കഴിയണത്ര ചെറുതാക്കി നല്ലോണം ചെറുതാക്കി അരിയണം. പിന്നെ അതിലേക്ക് വേണ്ടത് മാവ് കൂട്ടാൻ ഒരു 250 ml കപ്പിന് 1 കപ്പ് കടലപ്പൊടിയാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ 250 ml കപ്പിന് 1 കപ്പ് മൈദപ്പൊടിയും കൂടി കൂട്ടിയിട്ടാണ് ഞാനത് മുക്കി പൊരിച്ചെടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് സാധാരണ ബജിക്കൊക്കെ കൂട്ടണം അതേപോലെ തന്നെ അങ്ങനെ കൂട്ടിയേക്കുക. പക്ഷേ ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഇത് കൊത്തി അരിഞ്ഞതൊക്കെ കൂട്ടി കൊടുക്കുന്നുണ്ട്. ചക്ക ആയതുകൊണ്ട് കുറച്ച് ടേസ്റ്റൊക്കെ കൂട്ടണമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ചക്കയിലും തന്നെ ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതേ പാകത്തിൽ കലക്കിയിട്ട് ഒരു 1/4 ടീസ്പൂണും കൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. ഉപ്പ് കുറവായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ്. അപ്പം കലക്കി വെച്ച് കൊത്തി അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇഞ്ചി, പച്ചമുളക്, മല്ലിച്ചപ്പ്, ക്യാരറ്റ്, കറിവേപ്പില, അതൊക്കെ നല്ലോണം ഒന്ന് കൊത്തി അരിഞ്ഞ് വെച്ചത് അത് ശരിക്കും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് പിന്നെ ഇത്തിരി കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. ഒന്നും കൂടി അയക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണമെന്നുള്ളവർക്ക് മുളക് പൊടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇതിലും ഞാൻ ഇട്ട് കൊടുക്കണില്ല. ഞാൻ എൻ്റെ കുട്ടികളെ ഓർത്തിട്ട് തന്നെയാണ്. മറ്റേത് കുട്ടികൾ കഴിക്കൂലേ പേരക്കുട്ടികളെ, അതുകൊണ്ടാണ് ഞാൻ മുളക് എപ്പോഴും കുറച്ചിടുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് പട്ട, പൂവ്, ഏലക്കായ പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി ഞാൻ ഇതിലും ചേർത്തി കൊടുക്കണില്ല. കുറച്ച് നല്ലോണം ചേർത്തി കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതേപോലെ ചക്കമ്മീൻ തേച്ച് പിടിപ്പിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഉപ്പ് മാത്രമേ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുള്ളൂ. ഇതിമേ ഞാൻ ഉപ്പ് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിങ്ങനെ ആക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് പൊരിച്ച് കോരാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പൊരിച്ചിട്ട് ഒരു ഭാഗം മൂപ്പായി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിപ്പോൾ നമ്മൾ സാധാരണ ചെയ്യണമല്ല, അതൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ട് പൊരിച്ച് കോരിയെടുക്കാം നമുക്ക്.
ഇതേ മൂപ്പിലാണ് ഞാൻ ഇതെല്ലാം പൊരിച്ച് കോരിയിട്ടുള്ളത്. ഇപ്പം എല്ലാം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചക്കയൊക്കെ ശരിക്ക് വെന്തിട്ടുണ്ടാവും. ചക്കയിൽ ശരിക്ക് മുളക് ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരിക. അപ്പം ഞാൻ വേറൊരു പാത്രത്തേക്ക് ഇതിങ്ങനെ മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളൊക്കെ ചക്കയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പം നല്ലൊരു അടിപൊളി ചക്ക വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി നമുക്ക് അതിൻ്റെ ഉൾഭാഗം ഒന്ന് പച്ച ചക്കയല്ലേ അത് പൊരിഞ്ഞിട്ടൊന്ന് ശരിക്കായിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാം. കണ്ടോ ചക്കയൊക്കെ ശരിക്ക് വെന്തിട്ടുണ്ട്. ഇതിക്ക് ആ മുളകും പൊടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഉള്ളിൽ ഉപ്പ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്.